ടോസ്കാന മാർബിൾസിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടപ്പ സ്ലാബുകളെ കുറിച്ച് പല ആളുകളും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കടപ്പ, എന്താണ് കടപ്പ എന്നൊക്കെ. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. നമ്മുടെ ഒരു പ്രശസ്തമായ വ്ളോഗർ അഷ്റഫ് എക്സൽ, റൂട്ട് റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ, ഈ ഒരു വ്ളോഗിനകത്ത് കടപ്പയെ കുറിച്ച്, കടപ്പ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അന്ന് അതിനകത്ത് കുറേ കമൻറ്റ്സ് ഉണ്ട്, ഇത് എവിടെ നിന്നാണ് കിട്ടുക, എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ ഷോറൂമിൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കല്ലാണ്. സാധാരണ എല്ലാ പ്രാവശ്യവും ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കല്ലാണ് ഈ കടപ്പ സ്ലാബുകൾ. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണ്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ എനിക്ക് ചെറിയൊരു വ്ളോഗായിട്ട് കാണിച്ചത്. അപ്പോൾ ഈ കല്ല് മെറ്റീരിയൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ എനിക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ലോഡ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കടപ്പ. ഇപ്പോൾ ഇറങ്ങുന്ന കടപ്പ സ്ലാബുകളാണ് കേട്ടോ. ഈ സ്ലാബുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഹോട്ടലുകളിൽ പൊറോട്ട മാക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ടേബിളായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. പിന്നെ നിങ്ങൾ അന്ന് വീഡിയോയിൽ കണ്ട സ്ലാബെല്ലാം ഇതായിരുന്നു. ഇത് ഈ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക്, അതുപോലെ തന്നെ ചിക്കൻ സ്റ്റാളുകൾ, ചിക്കൻ കട്ടിങ്ങിന്, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, റഫ് ഉപയോഗത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ ഒരു മെറ്റീരിയൽ വളരെ യൂസ്ഫുള്ളാണ്. അല്ലെ സ്ലാബിളായിട്ട് വരും, നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന അടുക്കുകളായിട്ടുള്ള ഒരു പാറകൾ അത് രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒരു സൈഡ് പോളിഷ്, സെമി പോളിഷ്ഡ് ആണ്. ശരിക്കും പക്ക ക്ലിയർ ആയിട്ട് മിറർ പോളിഷ് ഒന്നല്ല, സെമി പോളിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിലുള്ള ഒരു ചെറിയൊരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പൊറോട്ട മിക്സിങ്ങിന്, അതുപോലെ തന്നെ ചിക്കൻ സ്റ്റാളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ തന്നെ കാരണം. ഏകദേശം 2 വീതി, 2.5 വീതി, ഇതിലൊക്കെ വീതിയിൽ കണക്ക് കൂട്ടുമ്പോൾ ഒരു ഇഞ്ച് കണക്കിനാണ് വരിക. 23 ഇഞ്ച്, 29 ഇഞ്ച് വീതിയിലൊക്കെ വരുന്ന സ്ലാബുകളാണ് കൂടുതലായിട്ട് വരാറ്. മൊത്തമായിട്ട് ഉപയോഗം തുടങ്ങി കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് ആയിട്ട് വരുന്നില്ല. ഇപ്പോൾ ഈ കാണുന്ന കളറിനേക്കാളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. ഈ രീതിയിലുള്ള ബ്ലാക്ക്നെസ് കിട്ടും. നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ ഈ ഗ്രാനൈറ്റിൻ്റെ പീസുകളൊക്കെ ഉപയോഗിക്കുന്നതിലേറെ ഒരുപാട് റേറ്റ് കുറവുള്ള മെറ്റീരിയലാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യുന്ന വർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഈ ടീ ഷോപ്പുകളിലൊക്കെ ചായ വയ്ക്കാനും ഇതിനൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഈ രീതിയിലുള്ള ടേബിൾസാണ് സാധാരണ ഉപയോഗിച്ചത്. ഇതിനകത്ത് വേറൊരു മെറ്റീരിയൽ, ഇത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്ലാബുകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അതുപോലെ തന്നെ വേറൊരു പുതുതായി വന്നൊരു മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ സ്റ്റെപ്പിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിച്ചിരുന്നത് ഗ്രാനൈറ്റ് പീസുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് ഇത്തിരി എക്സ്പെൻസീവായ മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വില കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നവർക്ക്, ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ, അതുപോലെ തന്നെ സ്കൂളുകളുടെ, അതുപോലെ തന്നെ വീടിന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ, വില കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കടപ്പയുടെ സ്റ്റെപ്പ് പീസുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ ഒരു വൺ സൈഡ് അവർ ഇത് ചെയ്തിട്ടുണ്ട്, മോൾഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ രീതിയിൽ മോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റെപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ്. കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ സ്കൂളുകൾക്കുള്ള ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കാൻ പറ്റും, സ്റ്റെപ്പുകൾക്ക്, അതുപോലെ തന്നെ ഹോട്ടലുകളുടെ സ്റ്റെപ്പുകൾക്ക്. ഈ രീതിയിലുള്ള സ്ലാബുകളാണ്. ഇതിനകത്ത് ഒരു സൈഡ് കൂടെ മോൾഡ് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലെ മോൾഡ് ചെയ്തിട്ടുണ്ടാവും. വക്ക് കഴിയും കാലം തട്ടാത്ത രീതിയിൽ മോൾഡ് ചെയ്തിട്ടുണ്ടാവും. പോസ്റ്റ്
ഒരുപാട് കുറഞ്ഞു. ഇൻ കേസ് ഈ മോൾഡ് ചെയ്യുന്ന റേറ്റിന് ശേഷം സ്ക്വയർ ഫീറ്റിനെ നമ്മളിങ്ങനെ മോൾഡ് ചെയ്യുന്ന പൈസയ്ക്ക് ശരിക്കും ഈ ഒരു മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആവും. ഈ കല്ല് ഇറങ്ങുന്നത് എക്സൽ മാർബിൾസിലാണ്. ഈ സ്റ്റെപ്പ് പീസുകൾ ഇറങ്ങുന്നത് എക്സൽ മാർബിൾസിലാണ്. നമ്മൾ സ്ലാബ് ഇറങ്ങിയിട്ടുള്ളത് ടോസ്കാന മാർബിൾസിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും നമ്പേഴ്സ് ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. സ്റ്റെപ്പ് പീസ് ആവശ്യമുണ്ടെങ്കിൽ എക്സൽ മാർബിൾസ് കോൺടാക്ട് ചെയ്താൽ ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് കൊടുത്ത് ഇതിനകത്ത് തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ 3, 3.25, 3.5, 4 അടി വരെയൊക്കെ വരുന്നുണ്ട്, ലെങ്ത്ത് വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഇതിൽ അൺലോഡ് ചെയ്യുമ്പോഴേ നമുക്ക് ഇതിന് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. മുമ്പ് നമ്മൾ വീടുകളിലൊക്കെ കടപ്പ സ്ലാബ് പീസുകൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പം അങ്ങനത്തെ കടപ്പ ടൈലുകൾ വരുന്നില്ല. അതിന് പകരം ഇങ്ങനെ വരുന്നത് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ടുള്ള കടപ്പകൾ ഇപ്പോൾ അങ്ങനെ കൂടുതൽ വരുന്നു. ഇപ്പോൾ ഏകദേശം സ്ലാബുകളെല്ലാം ഇറങ്ങി കഴിഞ്ഞ് ഇനി ടൈലുകളാണ്. ടൈലുകൾ നമ്മൾ മറ്റേ എക്സൽ മാർബിൾസിലാണ് ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചുള്ള മനസ്സിലാവും കൂടുതലായിട്ട്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് സ്റ്റെപ്പിൻ്റെ വർക്കുകളും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഇതാണ്. റൈസർ വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് ടോപ്പ് ഭാഗത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല തിക്നെസ്സും ഉണ്ടാവും. അതുപോലെ തന്നെ റഫ് ഉപയോഗത്തിന് പറ്റിയ ഏറ്റവും നല്ല രീതിയിലുള്ള മിറർ പോളിഷാണ് കേട്ടോ. ഒരു സൈഡ് മിറർ പോളിഷാണ്, മറ്റേ ഇതുപോലെയല്ല, മിറർ പോളിഷ്ഡാണ്. നമ്മൾ മുമ്പൊക്കെ വീട്ടിൽ വിരിച്ചിരുന്ന ആ ഒരു പോളിഷിങ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഈ കല്ലെല്ലാം പോളിഷ്ഡാണ്. ഇത് കല്ല് പാക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് കടപ്പ എന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. പണ്ടുള്ള ആളുകൾക്കെല്ലാം കടപ്പയെക്കുറിച്ച് അറിയാം. പക്ഷെ ഇപ്പോൾ പുതിയ തലമുറകളിലേക്ക് കടപ്പയെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ടോസ്കാന മാർബിൾസിൻ്റെ ഏറ്റവും തുടക്കം മുതലേ നമ്മൾ ചെയ്തിരുന്ന ഒരു കല്ലാണ് കടപ്പ സ്റ്റോൺസ്. ഇവിടെ മലപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എക്സൽ മാർബിൾസും ടോസ്കാന മാർബിൾസും മാത്രമാണ് ഈ കടപ്പയിൽ ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് മുന്നേക്ക് ഉണ്ട്. പിന്നെ അവരെല്ലാം നിർത്തിയതിന് ശേഷം ഇപ്പോൾ ഈ ഒരു കാലത്ത് കടപ്പ ചെയ്യുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കടപ്പയുടെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ മതി. നമ്മളെ ഇതിനകത്ത് കൊടുത്തുള്ള നമ്പറിനകത്ത് വിളിക്കാതെ, അല്ലെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യാം. കടപ്പ ഫ്ലോറിങ്ങിനുള്ള കടപ്പ ഇപ്പോൾ വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ അത് പല ആളുകളും അങ്ങനെ ചോദിക്കാറുണ്ട്, ഫ്ലോറിങ്ങിനുള്ള കടപ്പ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മുമ്പ് ഒരുപാട് ചെയ്തിരുന്ന കല്ലാണ്. ഇപ്പോൾ അങ്ങനെ കടപ്പ സ്റ്റോൺസ് ഈ ഫ്ലോറിങ്ങിന് വേണ്ടി വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. ബാക്കി എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ വിസിറ്റ് ചെയ്യാം. പല ഭാഗത്തുനിന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ഇതിനുവേണ്ടി. ഈ ചപ്പാത്തി കമ്പനികളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ മെറ്റീരിയൽസാണ്. അതുപോലെ തന്നെ ചിക്കൻ സ്റ്റാളുകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ മെറ്റീരിയൽസാണ്. അപ്പോൾ ശരി, എന്നാൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പുതിയൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ.